കുന്നുകുളം മാർത്താറ്റ് മോഷണശ്രമത്തിനിടെ വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. നാടഞ്ചേരി വീട്ടിൽ സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. പ്രതി മുതുവറ സ്വദേശി കണ്ണനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. വെടിക്കെട്ടിന് കർശന നിബന്ധനകൾ ഏർപ്പെടുത്തിയ കേന്ദ്ര വിജ്ഞാപനത്തിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ. ഗസറ്റിലെ വിജ്ഞാപനം റദ്ദാക്കണമെന്ന് ദേവസ്വങ്ങൾ. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ നീക്കം. ജനുവരി 6 മുതൽ ടോൾ പിരിക്കും. ഇനിയും സൗജന്യം തുടരാനാകില്ലെന്ന് ടോൾ കമ്പനി. പുതുവത്സരാഘോഷം അതിരുവിടാതിരിക്കാൻ ജാഗ്രതയുമായി പോലീസ്. ചൊവ്വാഴ്ച രാവിലെ മുതൽ ജില്ലയിൽ വ്യാപകമായി പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തും. വാൽപ്പാറ മുടീസിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം 2 കടകൾ തകർത്തു. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കൊമ്പൻ കബാലി 1 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു. മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ അഗ്നിബാധ. ടെക്സ്1 കമ്പനിയിലാണ് അഗ്നിബാധയുണ്ടായത്. ലക്ഷങ്ങളുടെ നഷ്ടം. തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപം മാലിന്യം കുമിഞ്ഞുകൂടുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടിയെടുക്കാതെ അധികൃതർ. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവം. ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിലെ മാനേജർ അറസ്റ്റ്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കുന്നുകുളം മാർത്താറ്റ് മോഷണശ്രമത്തിനിടെ വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. നാടഞ്ചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ 55 വയസ്സുള്ള സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ ചീരംകുളത്ത് നിന്ന് നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. മുതുവറ സ്വദേശി കണ്ണനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് സിന്ധുവിന്റെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തു. വീടിനോട് ചേർന്ന് ധാന്യങ്ങൾ പൊടിക്കുന്ന മില്ല് നടത്തുകയായിരുന്നു ഇവർ. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ സിന്ധുവിന്റെ ഭർത്താവ് സാധനങ്ങൾ വാങ്ങാൻ പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം. ഇങ്ങോട്ട് പുറത്തേക്ക് കടന്നിട്ടില്ല. അകത്തുനിന്ന് ഇങ്ങോട്ട് പുറത്ത് കടന്നിട്ടില്ല. അപ്പൊ തന്നെ വാതിൽ അടയ്ക്കുകയും ചെയ്തു. അപ്പൊ ഞങ്ങള് വീട്ടിൽ പോയി വല്ലതും ബന്ധുക്കള് വന്നതാവും വിചാരിച്ചു. കറുപ്പ് ബനിയനായിട്ടിരിക്കുന്നു. കോളറുള്ള ബനിയൻ. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ചേരുന്നു. ബിനീഷ്, എന്താണ് വിശദാംശങ്ങൾ? ഹലോ രാജേഷ്, നാടിന് അടുക്കിയൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. 8 മണിയോട് കൂടിയിട്ടാണ് ഉണ്ടായത്. പ്രതി ഇവരുടെ ബന്ധുവാണെന്നാണ് പറയുന്നത്. ഹലോ, കേൾക്കാനില്ലേ? ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. ബന്ധുവാണെന്നാണ് പറയുന്നത്. കൊലപാതകം മോഷണശ്രമമാണ്, വൈരാഗ്യമാണെന്ന് പോലീസ് പറയുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, തുറന്നോളൂ. അതെ അതെ, പ്രതിനെ ഇപ്പൊ കുന്നോളം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഷണശ്രമം മാത്രം തന്നെയായിരുന്നോ? പോലീസ് പറയുന്നത് മോഷണശ്രമം മാത്രമല്ല, ഒരു വൈരാഗ്യത്തോട് കൂടിയിട്ടുള്ള മുറിവുകളാണ് ശരീരത്തിലുള്ളതാണ് പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുമില്ല അല്ലേ? ഇല്ല, ആയിട്ടില്ല. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ബിനീഷ്. കുന്നുകുളം ആർത്താറ്റ് വീട്ടമ്മയെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. നാടഞ്ചേരി വീട്ടിൽ സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. മോഷണശ്രമത്തിനിടയിലാണ് കൊലപാതകമെന്ന് സംശയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതി ബന്ധുവാണെന്ന് പറയപ്പെടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിനീഷാണ് നമ്മോടൊപ്പം ചേർന്നത്. മറ്റു വാർത്തകളിൽ, വെടിക്കെട്ടിന് കർശന നിബന്ധനകൾ ഏർപ്പെടുത്തിയ കേന്ദ്ര വിജ്ഞാപനത്തിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വാണിജ്യ വ്യവസായ വകുപ്പ് ഒക്ടോബർ 11 ഇറക്കിയ ഗസറ്റ് വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. 2006 സ്ഫോടക വസ്തു നിയമത്തിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് ഗസറ്റിലുള്ളതെന്ന് ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര വെടിക്കെട്ട് നിയന്ത്രണം മൂലം തിരുവമ്പാടി പാറമേക്കാവ് വേല വെടിക്കെട്ടുകൾക്ക് നേരത്തെ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിരുന്നു. പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേല ജനുവരി 3 തിരുവമ്പാടി ക്ഷേത്രത്തിലെ വേല ജനുവരി 5 പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ നീക്കം. ജനുവരി 6 മുതൽ ടോൾ പിരിക്കുമെന്നും ഇനിയും സൗജന്യം തുടരാനാവില്ലെന്നും ടോൾ കമ്പനി അധികൃതർ അറിയിച്ചു. നേരത്തെ വാഹനത്തിന്റെ RC ബുക്ക് കാണിച്ചാൽ പ്രദേശത്തെ 6 പഞ്ചായത്തുകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു. പന്നിയങ്കര ടോളിന് സമീപത്തുള്ള വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട്, വണ്ടായി, പാണഞ്ചേരി പഞ്ചായത്തുകളിലുള്ളവർക്കാണ് നിലവിൽ സൗജന്യ യാത്ര അനുവദിച്ചിരുന്നത്. ഇതേസമയം പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിച്ചാൽ ടോൾ പ്ലാസ ഉപരോധിക്കുമെന്ന് വിവിധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി.
പുതുവർഷാഘോഷം അതിർവിടാതിരിക്കാൻ ജാഗ്രതയുമായി ജില്ലാ പോലീസ്. വ്യത്യസ്തമായ ആഘോഷങ്ങളാണ് പുതുവർഷത്തെ വരവേൽക്കാൻ നാടെങ്ങും ഒരുക്കിയിട്ടുള്ളത്. പാട്ടും ഡാൻസുമൊക്കെയാണ് പുതുവർഷത്തെ വരവേൽക്കാൻ അണിയറയിൽ ഒരുങ്ങുന്നത്. നഗര ഗ്രാമീണ മേഖലകളിൽ വിവിധ ക്ലബ്ബുകളും സംഘടനകളും ഹോട്ടലുകളും ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ആഘോഷ പരിപാടികൾ അതിർവിടാതിരിക്കാൻ പോലീസും പ്രത്യേക ജാഗ്രത പുലർത്തുന്നുണ്ട്. പുതുവർഷാഘോഷത്തിന്റെ മറവിൽ അക്രമം, പിടിച്ചുപറി, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമം എന്നിവ തടയാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കി. അനധികൃത മദ്യവിൽപ്പന, മയക്കുമരുന്ന് ഉപയോഗം, പൊതുസ്ഥലത്തെ മദ്യപാനം എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. അനുമതി വാങ്ങാതെയും ശബ്ദപരിധി ലംഘിച്ചുമുള്ള ഉച്ചഭാഷണ ഉപയോഗത്തിനെതിരെ നടപടി സ്വീകരിക്കും. ബാറുകളിലും മദ്യവിൽപ്പനശാലകളിലും സമയപരിധിക്ക് ശേഷമുള്ള മദ്യവിൽപ്പന അനുവദിക്കില്ല. ചൊവ്വാഴ്ച രാവിലെ മുതൽ വാഹന പരിശോധന നടത്താനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും. തീരദേശ മേഖലയിലും ജില്ലാ അതിർത്തിയിലും പ്രത്യേക പരിശോധന നടത്തും. പുതുവത്സരാഘോഷങ്ങളുടെ മറവിൽ സൈബർ തട്ടിപ്പ് നടക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാൽപ്പാറ മുഡീസ് ബസാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം 2 കടകൾ തകർത്തു. തിങ്കളാഴ്ച പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തിയത്. സമീപത്തെ ചെക്ക് പോസ്റ്റിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് കാട്ടാനകളെ തുരത്തിയത്. ഇടവേളയ്ക്ക് ശേഷമാണ് വാൽപ്പാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്. കണ്ണൻ, മണിവർണ്ണൻ എന്നിവരുടെ പലചരക്ക് കടകളാണ് കാട്ടാന തകർത്തത്. 13ഓളം കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. 1.5 മാസം മുൻപ് മേഖലയിൽ കാട്ടാന ഇറങ്ങി ഒരാളെ കൊലപ്പെടുത്തിയിരുന്നു. വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാന ഇറങ്ങി നിരവധി വാഴകളും തെങ്ങുകളും നശിപ്പിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസമായി ഏഴാറ്റുമുഖം ഗണപതി എന്ന കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കൊമ്പൻ കപാലി 1 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു. കാട് കയറിപ്പോയ കപാലി 2 മാസങ്ങൾക്ക് ശേഷമാണ് തിരികെ എത്തുന്നത്. ഷോളയാർ പവർ ഹൌസിനും വാൽ ഹൌസിനും ഇടയിലാണ് ഒറ്റയാന്റെ വഴിതടയൽ. കപാലിയുടെ അപ്രതീക്ഷിത വഴിതടയൽ മൂലം KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് വഴിയിൽ കുടുങ്ങിയത്. റോഡരികിൽ നിന്ന് പനമറിച്ചിട്ട് തിന്നുകയായിരുന്ന കപാലി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോയിരുന്ന വാഹനങ്ങൾക്ക് മുൻപിലാണ് കപാലി നിലയുറപ്പിച്ചത്. അപ്രതീക്ഷിതമായി റോഡിലേക്കിറങ്ങിയ കാട്ടാനയ്ക്ക് മുമ്പിൽ ചെറുവാഹനങ്ങളും KSRTCയുടെ ഉല്ലാസയാത്ര ബസ് ഉൾപ്പെടെയാണ് കുടുങ്ങിയത്. ബസ്സിനു നേരെ ആന വന്നെങ്കിലും പിന്തിരിഞ്ഞു പോകുകയായിരുന്നു. വീണ്ടും 1 മണിക്കൂറോളം വഴി തടഞ്ഞ് റോഡിൽ നിന്ന് കപാലിയെ വനപാലകരെത്തി റോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരായ മഞ്ഞക്കൊമ്പനും ഏഴാറ്റുമുഖം ഗണപതിക്കും പിന്നാലെ കപാലിയും എത്തിയതോടെ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും വനം വകുപ്പും ആശങ്കയിലാണ്. TC വിനോസ്, തൃശൂർ. മാന്നാമംഗലം കട്ടിങ്ങിൽ ടയർ കമ്പനിയിൽ വൻ അഗ്നിബാധ. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. പുത്തൂർ കൈനൂർ സ്വദേശി പുഷ്കരന്റെ ഉടമസ്ഥയിലുള്ള ടെക്സ്1 ടയർ കമ്പനിയിലാണ് വെളുപ്പിന് 4:30 അഗ്നിബാധയുണ്ടായത്. തൃശൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ 4 യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് 1.5 മണിക്കൂർ കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ടയർ കമ്പനിയിലെ പിൻവശത്തെ ചുമർ പൊളിച്ചാണ് അഗ്നിശമന സേനാംഗങ്ങൾ അകത്ത് കടന്നത്. കമ്പനിക്കകത്തുണ്ടായിരുന്ന പാചകവാതക സിലിണ്ടർ അഗ്നിശമന സേന സുരക്ഷിതമായി പുറത്തേക്ക് മാറ്റി. ടയറിന്റെ റീസോളിംഗ് ഭാഗങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിവരെ പ്രവർത്തിച്ചിരുന്നു. അഗ്നിബാധയുണ്ടായ സമയത്ത് ഇതര സംസ്ഥാന തൊഴിലാളി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾ നൽകിയ വിവരത്തെ തുടർന്നാണ് ഉടമ വിവരമറിഞ്ഞത്. തൃശൂർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ അനിൽകുമാർ, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ സജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ടും നീക്കം ചെയ്യാൻ നടപടിയെടുക്കാതെ അധികൃതർ. സീറോ വേസ്റ്റ് പദ്ധതിയുമായി തൃശൂർ കോർപ്പറേഷൻ മുന്നോട്ടു പോകുമ്പോഴാണ് നഗരത്തിന് നടുവിലെ തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയത്. പകൽ സമയങ്ങളിൽ പോലും ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം വലിച്ചെറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങൾ ഇവിടെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ദുർഗന്ധം മൂലം ഈ വഴിയെ മൂക്കുപൊത്താതെ കടന്നുപോകാനാകാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. എത്രയും പെട്ടെന്ന് കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപത്തെ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TC വിനോസ്, തൃശൂർ. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് MLA ഉമാ തോമസിന് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിലെ മാനേജരെ അറസ്റ്റ് ചെയ്തു. ഓസ്കാർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാറാണ് അറസ്റ്റിലായത്. ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കേസിൽ മുൻകൂർ ജാമ്യം തേടി പരിപാടിയുടെ സംഘാടകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മൃദംഗ വിഷൻ MD നികേഷ് കുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി. വെന്റിലേറ്ററിൽ തുടരുമെന്നും അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി. അയ്യന്തോൾ സാറ്റലൈറ്റ് കേബിൾ നെറ്റ്വർക്ക് സിറ്റി ചാനലിന്റെ 35ാം വാർഷികവും പുതിയ ലോഗോയുടെ പ്രകാശനവും പൂമലയിൽ നടന്നു.
CCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ സിറ്റി ചാനലിന്റെ 35ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. രംഗപൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മവും ജിംഗിൾ സോങ് പ്രകാശനവും കൂപ്പൺ വിതരണവും മ്യൂസിക് ഷോയും സിറ്റി ചാനൽ സീനിയർ പാർട്ണർ P വിഷ്ണു നമ്പൂതിരിയുടെ 85ാം പിറന്നാളാഘോഷവും ഇതോടൊപ്പം നടന്നു. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജൻ നമ്പീശൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, സിഡ്കോ ഡയറക്ടറും TCV സബ് കമ്മിറ്റി കൺവീനറുമായ PM നാസർ, KCCL ഡയറക്ടർ VP ബിജു, COA ജില്ലാ ട്രഷറർ ജോസ്, COA മേഖലാ പ്രസിഡന്റ് അജി കോലരി, മേഖലാ സെക്രട്ടറി സുധീർ, സിറ്റി ചാനൽ ഡയറക്ടർമാരായ നജീബ് വലിയകത്ത്, ജോർജ് ലിയോ, വിജയകുമാർ, ജോഷി വടക്കൻ, മനോജ് കല്ലാറ്റ്, ജെയ്സൺ നല്ലങ്കര എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ശക്തനഗറിൽ KSRTC ബസ് ഇടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ അറ്റകുറ്റപ്പണികൾ നടത്തി പുനഃസ്ഥാപിച്ചുവെങ്കിലും പ്രതിമയോടുള്ള അധികൃതരുടെ അവഗണന തുടരുന്നു. കഴിഞ്ഞ ജൂൺ 9-ാം തീയതി പുലർച്ചെയാണ് KSRTC ബസ് ഇടിച്ച് ശക്തന്റെ പ്രതിമ തകർന്നത്. തുടർന്ന് മന്ത്രിമാരുടെ ഇടപെടലിന്റെ ഫലമായി ശില്പിയായ കുന്നുവിള മുരളി തന്റെ തിരുവനന്തപുരത്തെ നിർമ്മാണശാലയിൽ എത്തിച്ച് പ്രതിമയുടെ കേടുപാടുകൾ തീർത്തു. പ്രതിമ തകർന്ന് 5 മാസം കഴിഞ്ഞ് നവംബർ 15-ാം തീയതിയാണ് പ്രതിമ പുനഃസ്ഥാപിച്ചത്. എന്നാൽ പ്രതിമ പുനഃസ്ഥാപിച്ച് 1.5 മാസം കഴിഞ്ഞിട്ടും പ്രതിമ മൂടിക്കെട്ടിയ നിലയിൽ തന്നെ. പ്രതിമ സ്ഥാപിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ മറ്റ് നവീകരണ പ്രവൃത്തികളും കൂടി പൂർത്തിയാക്കി തുറന്നു നൽകുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. പ്രതിമ തകർന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദം ഉയർത്തിയവരും പ്രതിരോധിച്ചവരും വാഗ്ദാനങ്ങൾ നൽകിയവരുമെല്ലാം കൈയൊഴിഞ്ഞതോടെ പ്രതിമ മൂടിക്കെട്ടിയ നിലയിൽ തന്നെ തുടരുകയാണ്. തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ M വിജയൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി, ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ, ജോയിന്റ് കൌൺസിൽ മുൻ ചെയർമാൻ, ഗുരുവായൂർ ദേവസ്വം മുൻ ഭരണസമിതി അംഗം, CPI മുൻ തൃശൂർ മണ്ഡലം സെക്രട്ടറി, ഇസ്കസ്, ഐപ്സോ, യുവകലാ സാഹിതി സംഘടനകളുടെ ആദ്യകാല ഭാരവാഹി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ പൂങ്ങുന്നത്തെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കോഴിക്കോട് സ്റ്റാർ നഗറിന് പടിഞ്ഞാറ് അവണിപ്പള്ളി വീട്ടിൽ 76 വയസ്സുള്ള സുബ്രഹ്മണ്യനാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ബസ്സിൽ കയറുന്നതിനിടെ വീണ് ബസിന്റെ ചക്രം കാലിൽ കയറി യുവാവിന് പരിക്കേറ്റു. ആറ്റൂർ സ്വദേശി ഒട്ടുപാറയ്ക്കൽ വീട്ടിൽ മുൻസിൽ റഹ്മാനെ ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിൽ കയറുന്നതിനിടെ കാല് മടങ്ങി വീണാണ് അപകടമുണ്ടായത്. റോഡുകളിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ തുടരുന്നു. ബസ്സുകളുടെ അമിതവേഗവും നിയമലംഘനവും നിയന്ത്രിക്കാനാവാതെ അധികൃതർ. സ്വകാര്യ ബസിന്റെ വാതിലിലൂടെ തെറിച്ചു വീണ് തിരുവല്ലാമല സ്വദേശിനിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. സമയക്രമം പാലിക്കാനെന്ന പേരിലുള്ള ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം അപകടങ്ങൾ തുടർക്കഥയാണ്. ഒട്ടേറെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അപകടങ്ങൾ തുടർക്കഥയായിട്ടും ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ അധികൃതർക്കാവുന്നില്ല. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ ബ്രിജേഷ്, യാത്രക്കാരൻ സുജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് പൊന്നാനിയിലേക്ക് പോയിരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. പ്രതിഭ MLAക്ക് പിന്തുണയുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. പ്രതിഭയ്ക്ക് എതിരായ സൈബർ ആക്രമണം ആശങ്കാവഹമെന്ന് ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. വളഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തി മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയോട് യോജിക്കാനാവില്ല. ഇതിന്റെ പിന്നിൽ ചരട് വലിച്ചത് കമ്മ്യൂണിസ്റ്റ് സാഡിസമാണ്. CPM നേതൃത്വത്തിന്റെ അറിവോടെ കഞ്ചാവ് കേസിൽ അവരുടെ മകനെ കുടുങ്ങിയതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായും ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു.
മലയാള സാഹിത്യ ചരിത്രത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് MT വാസുദേവൻ നായരെന്നും ഒരു കാലഘട്ടത്തിന്റെ പരിച്ഛേദനമാണ് അദ്ദേഹത്തിന്റെ കൃതികളെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MT വാസുദേവൻ നായർ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നന്നേ ചെറുപ്പത്തിൽ തന്നെ മനോഹരമായ കവിതകളിലൂടെ മലയാളിയുടെ മനസ്സിൽ സവിശേഷമായ സ്ഥാനം നേടാൻ MTക്ക് കഴിഞ്ഞു. തന്റെ തലമുറയെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരൻ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ആധുനികത്വ ഭാവുകത്വത്തിന് വിത്തിട്ട ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരനായി മലയാള സാഹിത്യ ചരിത്രത്തിൽ ബദിരിക്ത ശോഭയോടെ MT എക്കാലത്തും ഉണ്ടാകും. നാലുകെട്ടുകൾ നിലനിർത്താനല്ല, അത് പൊളിച്ചെഴുതാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ വർഗീയ സമവാക്യങ്ങൾ മാറ്റിയെഴുതാൻ തൻ്റെതായ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. എഴുത്തിന്റെ മേഖലയിൽ എന്ന പോലെ ചലച്ചിത്ര മേഖലയിലും എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു MT എന്നും MT ഇല്ലാത്ത സാഹിത്യ മേഖല വലിയ ശൂന്യതയാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. അക്കാദമി ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജീവിതത്തിൽ തൊട്ടതെല്ലാം ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കാൻ കഴിഞ്ഞ ഒരു മഹനീയമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു MT എന്ന് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ച് സംസാരിച്ച റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ പറഞ്ഞു. കയ്യെത്തിപ്പിടിക്കാവുന്ന എല്ലാ സമ്മാനങ്ങളെയും മലയാളത്തിന്റെ മണ്ണിലേക്ക് തന്റെ മഹനീയമായ സാംസ്കാരിക നിലകൊണ്ടെത്തിച്ച MT എന്ന രണ്ടക്ഷരം കാലം ഉള്ളിടത്തോളം കാലം മലയാളികളുടെ മനസ്സിൽ മുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നതെന്നും മന്ത്രി രാജൻ അനുസ്മരിച്ചു. അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ, വൈശാഖൻ, ഡോക്ടർ C. രാവുണ്ണി, അശോകൻ ചെരുവിൽ, ആലങ്കോട് ലീലാകൃഷ്ണൻ, പ്രിയനന്ദനൻ, ബാലമുരളീകൃഷ്ണ, ഡോക്ടർ കവിതാ ബാലകൃഷ്ണൻ തുടങ്ങിയവർ MTയെ അനുസ്മരിച്ചു. TCV തൃശൂർ. ഫെബ്രുവരി 29 ജന്മദിനം ആഘോഷിക്കുന്ന ലീപ് ഇയർ ഫ്രണ്ട്സ് ടാലന്റ് റെക്കോർഡ് നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ഫോട്ടോ പതിച്ച സ്റ്റാമ്പ് പുറത്തിറക്കി. തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് M. സുനിൽ ലീപ് ഇയർ ഫ്രണ്ട്സ് സ്ഥാപകൻ ഷാജി റാഫേലിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ലീപ് ഇയർ ഫ്രണ്ട്സ് അംഗങ്ങളായ കീർത്തി, ലിജോ എന്നിവരും പോസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് സൂപ്രണ്ട് രാകേഷ്, പോസ്റ്റ് മാസ്റ്റർ നയന ചന്ദ്രശേഖർ, മേഘ ശങ്കർ, മുരളീധരൻ, ബെറ്റ്സി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. മുപ്പത്തിയാറ് വർഷത്തെ സേവനത്തിന് ശേഷം തൃശൂർ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് വിരമിക്കുന്ന ലൈബ്രറി അസിസ്റ്റന്റ് MN ബാലനെ വായനക്കാരുടെ കൂട്ടായ്മ ആദരിച്ചു. ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് എഴുത്തുകാരൻ P. രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ രഞ്ജിത്ത് പെരിങ്ങാവ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ രാജശ്രീ ഗോപൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് V. നന്ദകുമാർ, ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി KP രാധാകൃഷ്ണൻ, അധ്യാപകൻ PK ജയപ്രകാശ്, പ്രോഗ്രാം കൺവീനർ NV അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപകരായ ഡോക്ടർ CB പ്രശാന്ത്, CB പ്രസീജ, ഹേമ പ്രശാന്ത്, ഡോക്ടർ MS രമ്യ എന്നിവർ ചേർന്ന് രചിച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഫോർ സയന്റിഫിക് റിസർച്ച് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സാഹിത്യ അക്കാദമിയിൽ നടന്നു. അധ്യാപികയും കവയത്രിയുമായ ഡോക്ടർ E. സന്ധ്യ ചന്ദ്രപ്രഭ ടീച്ചർക്ക് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. 12 അധ്യായങ്ങളിലായി സ്റ്റാറ്റിസ്റ്റിക്സ് ലളിതമായി പറയുന്ന പുസ്തകം ഇംഗ്ലീഷിലാണ് രചിച്ചിട്ടുള്ളത്. അധ്യാപികയായ ഡോക്ടർ മേരി പുസ്തക പരിചയം നടത്തി. KMG നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ മാലിക, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, ഡോക്ടർ മനോജ്, ഡോക്ടർ സജീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കറകളഞ്ഞ ഭക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും കരുത്തിൽ 93 വയസ്സിലും കാൽനടയായി ശബരിമല ദർശനത്തിന് പോകുകയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ശങ്കരൻ നായർ. തുടർച്ചയായ 57 വർഷമാണ് ശങ്കരൻ നായർ കാൽനടയായി മകരവിളക്ക് തൊഴാൻ ശബരിമലയിലേക്ക് പോകുന്നത്. ഈ മാസം 26-ന് കൊഴിഞ്ഞാമ്പാറയിലെ കരുവാപ്പാറ ശിവക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ച് ശബരിമല തീർത്ഥാടനത്തിനിറങ്ങിയ ശങ്കരൻ നായർ തിങ്കളാഴ്ച രാവിലെ കൊടകരയിലെത്തി. ദിവസവും 30 കിലോമീറ്ററോളം നടക്കും. രാത്രിയിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായി ഒരുക്കിയ വിശ്രമ കേന്ദ്രങ്ങളിലാണ് അന്തിയുറക്കം. 57ാമത്തെ പദയാത്രയായിട്ടാണ് പോകുന്നത്. എല്ലാവരും ചോദിക്കുമ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള ചോറ്റാനിക്കര അമ്മയും അമ്മയുടെ ഭൂതഗണങ്ങളും ചോറ്റാനിക്കര അമ്മയുടെ മകനായിട്ട് വിലസുന്ന ശ്രീ അയ്യപ്പസ്വാമിയും ആ അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങൾ, അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന മറ്റു ദേവതകളും, അങ്ങനെ കുറെ പേര് എൻ്റെ കൂടെയുണ്ട്. തുടർച്ചയായി നിരവധി വർഷങ്ങൾ ശബരിമല ദർശനം നടത്തിയതിലൂടെ ഗുരുസ്വാമിയായി മാറിയ ശങ്കരൻ നായർ ഏകദേശം 12,000 പേരെ ഇതിനകം ശബരിമല ദർശനത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. 37 വയസ്സിലാണ് ആദ്യമായി ശബരിമല ചവിട്ടിയത്. പിന്നീട് ഇതുവരെ ശബരിമല ദർശനം മുടക്കിയിട്ടില്ല. ശങ്കരൻ നായർ ഗുരുസ്വാമിയായി ശബരിമല ദർശനത്തിന് കൊണ്ടുപോയിട്ടുള്ള ആയിരക്കണക്കിന് ശിഷ്യർ ജനുവരി 1-ന് പെരുമ്പാവൂരിൽ നടക്കുന്ന വിളക്കാഘോഷത്തിന് ഒത്തുചേരും. തുടർന്ന് ഒരുമിച്ചാണ് യാത്ര.
എരുമേലി പേട്ടതുള്ളലിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ശങ്കരൻ നായർ ജനുവരി 10-ന് ആലങ്ങാട് സംഘത്തിലെ അംഗമായി പേട്ടതുള്ളും. 18 വർഷം മുടങ്ങാതെ ശബരിമല ചവിട്ടുന്ന അയ്യപ്പന്മാർക്ക് മാത്രം കൊണ്ടു നടക്കാൻ അവകാശമുള്ള മുദ്ര ചൂരലുമായാണ് ശങ്കരൻ നായരുടെ മലയാത്ര. ചേലക്കര മുഖാരിക്കുന്നിൽ ജനിച്ചു വളർന്ന ശങ്കരൻ നായർ മുംബൈയിലെ ജിൻഡാൽ അലുമിനിയം കമ്പനിയിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി തസ്തികയിൽ നിന്ന് വിരമിച്ചയാളാണ്. വിരമിച്ച ശേഷം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് സ്ഥിരതാമസം. ഭാര്യ പത്മ മുംബൈയിൽ കസ്റ്റംസ് ഓഫീസറായ മകൻ കൃഷ്ണപ്രസാദിനൊപ്പമാണ്. എനിക്ക് 93 വയസ്സായി. ഇതുവരെയ്ക്കും ആരോഗ്യപരമായിട്ട് എനിക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ദിവസം ഏതാണ്ട് 30 കിലോമീറ്ററാണ് നടക്കുന്നത് ആവറേജ്. ചിലപ്പോൾ കുറച്ച് കൂടും, ചിലപ്പോൾ ഇത്തിരി കുറയും, സന്ദർഭാനുസരണം. ചിട്ടയായ ജീവിതവും മിതമായ ഭക്ഷണവുമാണ് തന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്ന് ശങ്കരൻ നായർ പറയുന്നു. ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാൽനടയായി ശബരിമല യാത്ര തുടരണമെന്നാണ് ഈ അയ്യപ്പ ഭക്തന്റെ ആഗ്രഹം. ശബരിമലയ്ക്ക് പദയാത്രയായിട്ട് പോകാൻ പറ്റുമോ? അത്രയും വർഷം ഗന്ധപതികനായിട്ടായാലും മറ്റുള്ളവർ കൂടെ ഉണ്ടായാലും നടക്കാനാണ് ഉദ്ദേശം. TCV ന്യൂസ്, കൊടകര. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് തൃശൂരിൽ സർവകക്ഷി യോഗം ചേർന്നു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന അനുശോചന യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, P ബാലചന്ദ്രൻ MLA, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ജോസ് വള്ളൂർ, KK വത്സരാജ്, TN പ്രതാപൻ, ഷാജി കോടങ്കണ്ടത്ത്, CV കുര്യാക്കോസ് തുടങ്ങിയവർ അനുശോചിച്ചു. ദേശീയപാത ചാലക്കുടിയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. സർവീസ് റോഡിന്റെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന സൗത്ത് ജംഗ്ഷന്റെ മേൽപ്പാലം ഭാഗത്താണ് വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടത്. ഇതേ തുടർന്ന് സൗത്ത് ജംഗ്ഷൻ, മെയിൻ റോഡ്, ട്രങ്ക് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലും വാഹനക്കുരുക്ക് രൂക്ഷമായി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്ന യാത്രക്കാരെ ഗതാഗത കുരുക്ക് ഏറെ ബാധിച്ചു. മുരിങ്ങൂർ അടിപ്പാതയുടെ സമീപം കന്നുകാലികളെ കയറ്റിപ്പോയിരുന്ന ലോറി തകരാറിലായി കിടന്നതും ഗതാഗത കുരുക്കിനിടയാക്കി. ഒരാഴ്ചയായി നഗരത്തിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മാളയിൽ എയർടെൽ ഫൈബറിന് വേണ്ടി എടുത്ത കാനയിൽ വീണ് ഹോട്ടൽ ജീവനക്കാരന് പരിക്ക്. അമീറാസ് ഹോട്ടലിലെ ജീവനക്കാരനായ നൌഫൽ മണ്ണാന്തരയുടെ കാലിലാണ് പരിക്കേറ്റത്. എയർടെൽ ഫൈബർ ഇടുന്നതിന് നിർമ്മിച്ച കാന ശരിയായ രീതിയിൽ മൂടിയിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ജലനിധിയുടെ പൈപ്പ് ലൈൻ തകരാറിലാവുകയും ചെയ്തിരുന്നു. ജലനിധിയുടെ പൊട്ടിയ പൈപ്പിലൂടെ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് റോഡിലൂടെ ഒഴുകുകയും വാഹനങ്ങൾ കാനയിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. യുവാവിനെ വിളിച്ചു വരുത്തി ലോഡ്ജ് മുറിയിൽ പൂട്ടിയിട്ട് ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും മാലയും കവർന്ന 3-അംഗ സംഘത്തെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് സ്വദേശി ഹിമ, കരയാമുട്ടം സ്വദേശി സ്വാതി, ചാമക്കാലയിൽ താമസിക്കുന്ന ഷിബിൻ, നൌഷാദ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ 23-ന് രാത്രി നാട്ടിക ബീച്ചിൽ താമസിക്കുന്ന യുവാവിനെ തൃപ്രയാറുള്ള അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് ആക്രമിക്കുകയും പോക്കറ്റിൽ നിന്ന് 5000 രൂപയും 1.5 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മൊബൈൽ ഫോണും കഴുത്തിൽ കിടന്നിരുന്ന മാലയും പ്രതികൾ ബലമായി തട്ടിയെടുക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. SHO MK രമേശ്, SI എബിൻ, ASI റംല, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രവീൺ, മനോജ്, സുമി എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7120 രൂപ, പവന് 56,960 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3192 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കുന്നംകുളം ആർത്താറ്റ് മോഷണ ശ്രമത്തിനിടെ വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. നാടഞ്ചേരി വീട്ടിൽ സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. പ്രതി മുതുവറ സ്വദേശി കണ്ണനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. വെടിക്കെട്ടിന് കർശന നിബന്ധനകൾ ഏർപ്പെടുത്തിയ കേന്ദ്ര വിജ്ഞാപനത്തിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ. ഗസറ്റിലെ വിജ്ഞാപനം റദ്ദാക്കണമെന്ന് ദേവസ്വങ്ങൾ. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ നീക്കം. ജനുവരി 6 മുതൽ ടോൾ പിരിക്കും. ഇനിയും സൗജന്യം തുടരാനാകില്ലെന്ന് ടോൾ കമ്പനി.
പുതുവത്സരാഘോഷം അതിരുവിടാതിരിക്കാൻ ജാഗ്രതയുമായി പോലീസ്. ചൊവ്വാഴ്ച രാവിലെ മുതൽ ജില്ലാ വ്യാപകമായി പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തും. വാൽപ്പാറ മുടീസിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം 2 കടകൾ തകർത്തു. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കൊമ്പൻ കപാലി 1 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു. മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ അഗ്നിബാധ. ടെക്സ് 1 കമ്പനിയിലാണ് അഗ്നിബാധയുണ്ടായത്. ലക്ഷങ്ങളുടെ നഷ്ടം. തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപം മാലിന്യം കുമിഞ്ഞുകൂടുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടിയെടുക്കാതെ അധികൃതർ. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവം. ഓസ്കാർ ഇവന്റ്സ് മാനേജ്മെന്റ് കമ്പനിയിലെ മാനേജർ അറസ്റ്റ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.